നമസ്കാരം. ഒരിക്കൽ ഒരു മുതിർന്ന സന്യാസിയും ഇളയ സന്യാസിയും കൂടെ യാത്ര പോവുകയായിരുന്നു. യാത്ര ചെയ്ത അവർ ഒരു നദിക്കരയിലെത്തി. മുന്നോട്ട് പോകാൻ അവർക്കൊരു നദി മുറിച്ചു കടക്കണമായിരുന്നു. അവർ അപ്പോൾ അവിടെ നദിയിലോട്ട് നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചു. ഇളയ സന്യാസി ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്?" അവർ പറഞ്ഞു, "എനിക്ക് അത്യാവശ്യമായി മറുകരയെത്തണം. എൻ്റെ കുട്ടികൾ വീട്ടിൽ വിശന്നിരിക്കുകയാണ്. പക്ഷേ ഈ ശക്തമായ കാറ്റ് കാരണം എനിക്ക് ഈ നദി മുറിച്ചു കടക്കാൻ സാധിക്കുന്നില്ല." ഇതെല്ലാം കേട്ടുകൊണ്ട് ഇളയ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് സ്വയം നദി മുറിച്ചു കടക്കാൻ ആരംഭിച്ചു. എന്നാൽ മുതിർന്ന സന്യാസി ആ സ്ത്രീയെയും ചുമന്ന് മറുകരയിലോട്ട് നടന്നു. അവരെ അക്കരെ എത്തിച്ചു. അവർ യാത്ര തുടർന്നു. യാത്രയിൽ മുതിർന്ന സന്യാസി ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇളയ സന്യാസിയുടെ മുഖം ആകെ ആശങ്കാകുലമായിരുന്നു. കാര്യം അന്വേഷിച്ച മൂത്ത സന്യാസിയോട് ഇളയ സന്യാസി പറഞ്ഞു, "നമ്മൾ സന്യാസിമാർക്ക് ജീവിതത്തിൽ സ്ത്രീകളെ സ്പർശിക്കാനേ പാടില്ല." അത് കേട്ട മുതിർന്ന സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ആപൽഘട്ടത്തിൽ ഒരു സഹായം വേണ്ടി വന്ന അവരെ താൻ നദി മുറിച്ചു കടക്കാൻ സഹായിച്ചു. നമ്മൾ യാത്ര തുടർന്നു. അതിനെപ്പറ്റി പിന്നീട് ഞാൻ ആലോചിച്ചതേയില്ല. എന്നാൽ നിങ്ങൾ അവരെ സ്പർശിച്ചതേയില്ല, പക്ഷേ അതിനെക്കുറിച്ചോർത്ത് ഇപ്പോഴും ആകുലപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളല്ലേ അവരെ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നത്?" അതെ, നമ്മുടെ ജീവിതവും ഇളയ സന്യാസിയെ പോലെ തന്നെയല്ലേ. ജീവിതത്തിൽ എന്നോ സംഭവിച്ചു പോയ ചീത്തയായ കാര്യങ്ങളെ ഒരു കാര്യവുമില്ലാതെ ഇപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. പണ്ടു നടന്ന ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനേ സാധിക്കില്ല. മാത്രമല്ല, ആ വേദന വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടിയും വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യമാണ്: വിഷമിക്കുന്നത് നിർത്തുക, പഴയ കാര്യങ്ങളെ അപ്പാടെ ഉപേക്ഷിക്കുക. ഈ നിമിഷങ്ങളെക്കുറിച്ചോർത്ത് അല്ലെങ്കിൽ നാളെക്കുറിച്ചോർത്ത് സന്തോഷിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.